ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞ് നത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ പോലെ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ വെറൈറ്റിക്ക് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനിലോട്ട് ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മീനിലോട്ട് ഈ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടി 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നമുക്കിത് മൂടി കെട്ടി വെക്കണം. എന്നിട്ട് ഞാനൊരു 2-2.5 മണിക്കൂർ നേരം വെച്ചതിന് ശേഷമാണ് ഇത് എടുത്ത് വറക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ മീൻ ഒക്കെ മസാലയിലൊക്കെ പിടിച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വറുക്കുമ്പോൾ നിങ്ങൾ 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലിലേക്ക് മീൻ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കറിവേപ്പിലേൻ്റെ ആ ഒരു സ്വാദൊക്കെ കിട്ടും. അപ്പോൾ ഇനി നത്തോലി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. നമ്മളിവിടെ നത്തോലി സെർവ് ചെയ്യുന്നത് സെയിം വാഴയില തന്നെയാണ്. നമ്മുടെ വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ നത്തോലി പൊരിച്ചതൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിടെ വീട്ടിൽ നത്തോലി മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Bye. Thank you for watching. See you with the next video.